ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബുഹാരി റൈസാണ്. ഇതൊരു അറേബ്യൻ റൈസ് കൂടിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിന്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ അറബിക് മസാല ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡ്രൈ ലെമൺ 2. ഇത് അറബിക് റൈസിലൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡ്രൈ ലെമൺ ഇല്ലെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതിന് പകരം ആഡ് ചെയ്താൽ മതി. സവാള മീഡിയം സൈസ് 1, വെളുത്തുള്ളി 6 അല്ലി, തക്കാളി മീഡിയം സൈസ് 3 എണ്ണം, 250 ml കപ്പിൽ 3 കപ്പ് സെല്ല റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ക്യാരറ്റ് 2 വലുത് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണിത്. കറുത്ത മുന്തിരി 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1, ചിക്കൻ ക്യൂബ് 1. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കിൻ എടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല: കറുകപ്പട്ട 1 ഇഞ്ച് വലുപ്പത്തിലുള്ളത് 1 എണ്ണം, കരയാമ്പൂ 4 എണ്ണം, ഏലക്കായ 3 എണ്ണം, ചെറുജീരകം 1/2 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ഇതിലേക്ക് ചതച്ചാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ച് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്കിട്ട് ചെറുതായിട്ട് അധികം മുരിഞ്ഞു പോകരുത്, കളർ മാറരുത്. അതുപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അങ്ങ് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മുന്തിരി കൂടെ ഇട്ടൊന്ന് വറുത്തെടുത്ത് കോരി മാറ്റാം. നമുക്കിപ്പോൾ ഓയിൽ ഇവിടെ വളരെ കൂടുതലാണ്, നമുക്ക് ഇത്ര ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇനിയുള്ള കുക്കിങ്ങിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഓയിൽ മാറ്റി വയ്ക്കാം. ഇത് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. ചിക്കനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഈ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്നൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചിക്കൻ ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് വേവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് കൂടുതലിടുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി അടിച്ചെടുത്ത ജാറിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. കൂടെ 2 ഡ്രൈ ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ 1/2 ടേബിൾ സ്പൂൺ അറബിക് മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസിലേക്ക് നമ്മൾ മറ്റൊരു പൊടിയും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ അറബിക് മസാല മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വരണം കേട്ടോ. അതായത് നല്ലതുപോലെ ഒന്ന് പറ്റി നല്ല കളറൊക്കെ ആയിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണിത്. പിന്നെ കൂടെ തന്നെ നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന ചിക്കനൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിൽ റൈസാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്കാണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിൽ 1.5 പാത്രം വെള്ളം, അതാണ് കണക്ക്.
അപ്പോൾ ഇതിൽ ചിലപ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഏകദേശം ഇത്ര അളവിൽ പാത്രത്തിൽ വെള്ളം ഉണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഒരിത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ റൈസിന് ആ ഒരു ഉപ്പ് കുറവായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിൽ പുരട്ടാനുള്ള ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച അറബിക് മസാല. പിന്നെ ഞാനിതിലേക്ക് പാപ്രിക്ക പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഒലിവ് ഓയിൽ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഈ ഒരു മിക്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചു വെച്ച അറബിക് മസാല, ഓയിൽ, കുരുമുളക് പൊടി, മുളക് പൊടി, ലേശം ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഈ ഒരു മിക്സും തയ്യാറാക്കാം. ഈ സമയത്ത് നിങ്ങൾ റൈസ് വെക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് റൈസ് എങ്ങനെയാണ് അതിൻ്റെ പരുവം എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഒന്നുകൂടി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും മുന്തിരി കൂടെ ഇട്ട് ഒരു 7 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചിക്കൻ പീസുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് നല്ലതുപോലെ വരഞ്ഞ് വെക്കണം. ഇതുപോലെ. അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ, മൂത്ത മോനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ചിക്കൻ പീസൊക്കെ വരയുന്നത് അവനാണ്. കുക്കിങ്ങൊക്കെ ഇഷ്ടമാണ് അവന്. അത്യാവശ്യം കുക്കിങ്ങൊക്കെ അവൻ ചെയ്യും. അപ്പോൾ നമുക്കിനി ഈ മിക്സ് ചിക്കൻ പീസുകളിലേക്ക് പുരട്ടി കൊടുക്കാം. ചിക്കൻ പീസുകളിലേക്ക് നന്നായിട്ട് ഈ മിക്സ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുകൾ വശം മാത്രം നമ്മൾ ഈ മിക്സ് തേച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ ബുഖാരി റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ കവർ ചെയ്ത് ഇതൊരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ റൈസ് സെർവ് ചെയ്യാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാൻ ക്യാരറ്റ് മുന്തിരിയാക്കിയ വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ 2 വശവും മുരിയുന്ന രീതിയിൽ വറുത്തെടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസും ചിക്കനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിന്. പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.